Good morning, students. Welcome back again to our class Language and Linguistics. നമ്മുടെ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന പേപ്പറാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫൊണറ്റിക്സ് ആൻഡ് ഫൊണോളജി എന്ന് പറയുന്ന ചാപ്റ്റർ 3 ഫൊണറ്റിക്സ് ആൻഡ് ഫൊണോളജി. ഇതിൽ നമ്മളതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ഫൊണറ്റിക്സ് എന്നും എന്താണ് ഫൊണോളജി എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം നമുക്ക് പഠിക്കാനുള്ളത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന സംഗതി, ഏതൊരു ലാംഗ്വേജിൻ്റെയും ഏത് ഭാഷയുടെയും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പഠനമാണ് ഫൊണറ്റിക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ എന്ന പേപ്പറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫൊണറ്റിക്സിൻ്റെ ഒരു ചെറിയ ഭാഗം അല്ലേ. എന്താണ് ഫൊണറ്റിക്സ് എന്ന് നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ ക്ലാസ് ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ട്രാൻസാക്ഷൻ നമ്മൾ പഠിച്ചിരുന്നത് 44 സ്പീച്ച് സൗണ്ട്സ് ഉണ്ട് ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. 20 വോവൽസും അതുപോലെ 24 കോൺസണൻസും. ഈ സ്പീച്ച് സൗണ്ട്സിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണത് ഫെനീംസ് അല്ല. ഫെനീംസ് ഫോൺ എന്ന് പറഞ്ഞാൽ സൗണ്ട് എന്നാണ്. അപ്പോൾ ഫെനീംസ് എന്ന സൗണ്ട്സ് ആണ്. 44 സൗണ്ട്സിന് ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചിരുന്നു. 20 വോവൽസും അതുപോലെ 24 കോൺസണൻസും അല്ലേ. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുന്നത് ഫൊണറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫൊണറ്റിക്സ്? ഫൊണറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണ് അല്ലേ. സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണ്. എങ്ങനത്തെ സ്റ്റഡിയാണ്? സയന്റിഫിക് സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണ്. അപ്പോൾ ഏതൊരു കാര്യത്തെയും സയന്റിഫിക് ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത്, ശാസ്ത്രീയമായിട്ടുള്ള പഠനം എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ തലങ്ങളെയും കുറിച്ചുള്ള പഠനമായി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്പീച്ച് സൗണ്ട്സിൻ്റെ ഇംഗ്ലീഷിൽ 44 സ്പീച്ച് സൗണ്ട്സിൻ്റെ എല്ലാ തലത്തെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് സയന്റിഫിക് സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണ് ഫൊണറ്റിക്സ്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഈ ഫൊണറ്റിക്സ് എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞു ഇങ്ങനെ സയന്റിഫിക് സ്റ്റഡി ആയതുകൊണ്ട് ഈ ഫൊണറ്റിക്സിൽ എന്തൊക്കെ വരും, ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും? ഒന്നാമത്തെ കാര്യം, a speech even involves the production, transmission and reception of speech sounds. ഒരു സ്പീച്ച് സൗണ്ട്, ഈ 44 സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു സ്പീച്ച് സൗണ്ടിൻ്റെ പ്രൊഡക്ഷൻ, അതുപോലെ ട്രാൻസ്മിഷൻ, അതുപോലെ റിസപ്ഷൻ ഇല്ലേ. ഏതൊരു അക്ഷരം നമ്മൾ ഉച്ചരിക്കുന്ന സമയത്തും അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവും. ഈ അക്ഷരം നമ്മളിപ്പോൾ ക, ഖ്, ഗ, മ, പ എന്നൊക്കെയുള്ള അക്ഷരങ്ങൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ട് അല്ലേ. ആ അക്ഷരം നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്നത് പിന്നെ ഓർഗൻസ് ഓഫ് സ്പീച്ചിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. പിന്നെ ഈ പ്രൊഡക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്ത് കഴിയും. ചിലപ്പോൾ ലെഗ്സ് എന്നൊക്കെ വരുന്ന അക്ഷരങ്ങൾ ഉണ്ടാവും അല്ലേ. അതിനുശേഷം ലെഗ്സ് എന്നാണ് അതിൻ്റെ ഒരു ഫോഴ്സ് വരുന്നത്. അതിനുശേഷം നമ്മൾ പിൻപൈപ്പിലൂടെ മൗത്തിലൂടെ പുറത്തേക്ക് വരുമ്പോൾ എന്താകും? അത് അക്ഷരമായി മാറും. അപ്പൊ അതിന്റെ ട്രാൻസ്മിഷൻ ഉണ്ട് അല്ലേ. ഇവിടുന്ന് പ്രൊഡക്റ്റ് ചെയ്ത് ട്രാൻസ്മിഷൻ ദെൻ അത് മറ്റൊരാൾ റിസീവ് ചെയ്യുന്ന ഒരവസ്ഥ. മനസ്സിലായി? അതാണ് പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ. ഓക്കെ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും ഫൊണറ്റിക്സിൽ പഠിക്കുന്ന ഒരു 3 ശാഖകൾ, 3 ഭാഗങ്ങൾ. സോ അപ്പോൾ പിന്നെ ഫൊണറ്റിക്സിൽ എന്തൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞത്? സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ചുള്ള സയന്റിഫിക് സ്റ്റഡി ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഹൗ ദേ ആർ പ്രൊഡ്യൂസ്, എങ്ങനെയാണ് ഈ സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ഹൗ ദേ ആർ ട്രാൻസ്മിറ്റഡ് ആൻഡ് ഹൗ ദേ ആർ റിസീവ്ഡ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പൊ ഇതിനെ ഈ 3 കാര്യങ്ങളെയും ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു 3 ഡിഫറെന്റ് elaborate branches of phonetics. ഫൊണറ്റിക്സിന്റെ ഒരു 3 ബ്രാഞ്ചസ് ആയിട്ട് നമുക്ക് അതിനെ മാറ്റി നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് 3 ബ്രാഞ്ചസ് എന്ന് പറയുന്നത്? ഒന്ന് ആർട്ടിക്കുലേറ്ററി ഫൊണറ്റിക്സ്,
ആർട്ടിക്കുലേറ്ററി ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് പ്രൊഡക്ഷൻ ആണ് ആദ്യം പറഞ്ഞില്ലേ, പ്രൊഡക്ഷനും ട്രാൻസ്മിഷനും അതുപോലെ റിസപ്ഷനും അല്ലേ പറഞ്ഞത്. അപ്പോൾ ആർട്ടിക്കുലറി ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സുമായി ബന്ധപ്പെട്ട പഠനശാഖയാണ്. മനസ്സിലായോ? ഫങ്ഷൻസ് പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സുമായി ബന്ധപ്പെട്ട ഒരു പഠനശാഖയാണ് എന്ത് പറയുന്നത്, ആർട്ടിക്കുലേറ്ററി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതൊരു ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡിയാണ്. മനസ്സിലായോ? ഫങ്ഷൻസിന്റെ ഒരു ബ്രാഞ്ചാണ്. ദെൻ അക്യൂസ്റ്റിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന മറ്റൊരു ഫങ്ഷൻസ് അതെന്താണ്, that is the study about transmission of speech sounds. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞതുപോലെ ട്രാൻസ്മിഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ചുള്ള പഠനമാണ് അക്യൂസ്റ്റിക് ഫങ്ഷൻസ്. മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓഡിറ്ററി ഫങ്ഷൻസ് എന്ന് പറയുന്നത് റിസപ്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞത്. ഒന്നെന്താണ് പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ. ഓക്കെ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, ആർട്ടിക്കുലറി ഫങ്ഷൻസ്, അതുപോലെ അക്യൂസ്റ്റിക് ഫങ്ഷൻസ്, അതുപോലെ ഓഡിറ്ററി ഫങ്ഷൻസ്, ഇങ്ങനെ ഒരു 3 ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് ഫങ്ഷൻസും നമ്മളിപ്പോൾ പറഞ്ഞു. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഭാഗം, ഇപ്പോൾ നമ്മൾ ഒരു ശബ്ദം, ഒരു സ്പീച്ച് സൗണ്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം അതാണ്. നമ്മൾ പിന്നെ ഏത് അക്ഷരങ്ങൾ പറയുമ്പോൾ വോവൽസ് ആണെങ്കിലും കോൺസണൻസ് ആണെങ്കിലൊക്കെ അത് എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഏത് അക്ഷരം എവിടെ നിന്ന്, അവിടെ ഏതൊക്കെ ഓർഗൻസ് ആണ് അതിൽ ഇൻവോൾവ്ഡ് ആകുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ ഏതൊക്കെ ഓർഗൻസ് ആണ് അതിൽ ഇൻവോൾവ്ഡ് ആകുന്നത്. മനസ്സിലായി? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു അക്ഷരം പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ശരിക്കും നമ്മൾ ലങ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശ്വാസകോശങ്ങളിൽ നിന്നാണ് നമ്മൾ എയർ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വിടുന്നത്. അല്ലേ? നമ്മൾ ഏത് അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ ചെസ്റ്റിൽ വെച്ചാൽ നമുക്കിങ്ങനെ അറിയാം ഏത് അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ അല്ലേ, ഹ, അ, ഖ, മ. അല്ലെ? മലയാളത്തിൽ മലയാളം എന്നല്ല, ഇത് ഫണ്ടിക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇത്തരം പിന്നെ ഓർഗൻസ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജിലും ഉള്ളതാണ്. ഇംഗ്ലീഷിൽ മാത്രമല്ല, മലയാളത്തിൽ മാത്രമല്ല, എല്ലാ ലാംഗ്വേജിലും ഉള്ളതാണ്. അല്ലേ? അപ്പൊ നമ്മൾ ഏത് അക്ഷരങ്ങൾ, ഇംഗ്ലീഷിലെ ഒരു അക്ഷരം 44 സ്പീച്ച് സൗണ്ട്സ് പഠിച്ചതിൽ ഏതായാലും ഖ, മ, ഹ്, നി, ങ് ഏത് പറയുമ്പോഴും നമ്മുടെ ലങ്സിൽ നിന്ന് ഇങ്ങനെ എയർ പുറത്തേക്ക് വിടും. അല്ലേ? അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു 3 ടൈപ്സ് ഓഫ് എയർ സ്ട്രീം മെക്കാനിസം പഠിക്കാറുണ്ട്. എയർ സ്ട്രീം മെക്കാനിസം എങ്ങനെയാണ്? ഈ എയർ സ്ട്രീം മെക്കാനിസം എന്നുള്ള ഒരു ഇത് വരാൻ കാരണം എന്താണ്, നമ്മൾ എയർ പാസ് ചെയ്തിട്ടാണ് ശരിക്കും എല്ലാ സൗണ്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നത്. അല്ലെ? നമ്മൾ എല്ലാ സൗണ്ട്സും എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, എല്ലാ സൗണ്ട്സും നമ്മൾ എയർ പുറത്തേക്ക് വിട്ടിട്ടാണ് ചെയ്യുന്നത്. അല്ലേ? ഒന്നുകിൽ എയറിനെ അത് നമ്മൾ ആ എയറിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ചിലപ്പോൾ ആ ഇ ഊ. അല്ലേ? അപ്പൊ എല്ലാത്തിനും എന്തിനുണ്ട്, നമ്മുടെ ഉള്ളിൽ നിന്ന് ലങ്സിൽ നമ്മൾ എടുക്കുന്ന ബ്രീത്ത് ഉണ്ട്. അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള അതാണ് എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 3 ടൈപ്സ് ഓഫ് എയർ സ്ട്രീം മെക്കാനിസം ആണ് നമ്മളിനി പഠിക്കാറുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം. കണ്ടോ? പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം. 2 ഗ്ലോട്ടാനിക് എയർ സ്ട്രീം മെക്കാനിസം. 3 ബിലാനിക് എയർ സ്ട്രീം മെക്കാനിസം. ഇങ്ങനെ 3 എയർ സ്ട്രീം മെക്കാനിസമാണ് നമുക്ക് പഠിക്കുന്നത്. നോക്കാം എന്താണ് പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത്. പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറഞ്ഞാൽ അത് ലങ്സിൽ നിന്ന് ഇപ്പോ ഇവിടെയാണ് ഈ പിക്ചറിൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഇതുപോലെ ഇതിന്റെ താഴേക്ക് ഇവിടെയാണ് ഏകദേശം ഇതിന്റെ 2 ലങ്സ്, നമ്മുടെ ശ്വാസകോശങ്ങളാണ് ലങ്സിന്റെ അകത്ത്. അപ്പോ ഈ ഒരു ലങ്സിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട നമ്മൾ അക്ഷരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത്, അക്ഷരങ്ങളുടെ പ്രൊഡക്ഷന്റെ സമയത്ത് ലങ്സുമായി ബന്ധപ്പെട്ട ഏരിയകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലായി. അപ്പോ
ലങ്സിന്റെ വാൾസ് നിങ്ങൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലൊക്കെ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഈ പിക്ചറുകളൊക്കെ. ലങ്സിന്റെ മസിൽസ്, അതുപോലെ ലങ്സിന്റെ വാൾസ്, ലങ്സ്, ഇതൊക്കെ വരുന്ന ഈ ഭാഗം വരുന്ന ഒരു എയർസ്ട്രീം മെക്കാനിസം, അതായത് ബേസിക് ആണ് അല്ലേ. ആദ്യമായ ഒരു അക്ഷരം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആദ്യമായി വരുന്ന സ്ഥലമാണ് ഏത്, നമ്മുടെ ശ്വാസകോശം. മനസ്സിലായി? അപ്പൊ ആ ഭാഗങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള എയർസ്ട്രീം മെക്കാനിസത്തിനാണെന്ന് പറയാം. എന്തു പറയാ? പൾമോണിക് എയർസ്ട്രീം മെക്കാനിസം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ലങ്സിന്റെ ഭാഗം, നമ്മളൊരു സ്പീച്ച് സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ലങ്സിന്റെ ഭാഗം ഇൻവോൾവ് ആകുന്ന ആ ഒരു സ്റ്റേജ്, അതിനാണ് നമ്മൾ പറയാ പൾമോണിക് എയർസ്ട്രീം മെക്കാനിസം എന്ന് പറയും. മനസ്സിലായല്ലോ? ദെൻ നമുക്ക് പഠിക്കുന്നത് ഗ്ലോട്ടാലിക് എയർസ്ട്രീം മെക്കാനിസം. എന്താ ഗ്ലോട്ടാലിക് എയർസ്ട്രീം മെക്കാനിസം എന്ന് പറഞ്ഞാൽ? അത് മനസ്സിലാക്കണേ. നമ്മൾ എന്താണ് പറയുന്നത്? പ്രൊട്ടക്ഷനും ട്രാൻസ്മിഷനും അതുപോലെ റിസപ്ഷനും ഉണ്ടാകും അല്ലേ. അപ്പോൾ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യമായി നമ്മൾ എന്ത് ചെയ്യുന്നു? ലങ്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരു എയറിന്റെ മേലേക്ക് എടുക്കുന്നില്ലേ. അപ്പൊ ആ ഭാഗത്ത് ഇൻവോൾവഡ് ആയിട്ടുള്ള എയർസ്ട്രീം മെക്കാനിസത്തിനാണ് നമ്മൾ പറയാം പൾമോണിക് എയർസ്ട്രീം മെക്കാനിസം എന്ന് പറയാം. അപ്പൊ ഒരു അക്ഷരം നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ലങ്സിന്റെ ഭാഗത്ത് നമ്മൾ അത് എടുത്തു നമ്മൾ വിൻപൈപ്പിലൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് വരും അല്ലേ. അങ്ങനെ ഇവിടെ നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് ഗ്ലോട്ടിസ്, പിക്ചർ ഗ്ലോട്ടിസ് കണ്ടോ? എന്താ ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോട്ടിസ് നമുക്കറിയാം. ഇപ്പോ പിന്നെ തൊണ്ടയുടെ ഭാഗത്ത് ഈ പുരുഷന്മാർക്കൊക്കെ ഉണ്ടാവും അല്ലേ, എന്താ പറയാ, പിന്നെ ആഡംസ് ആപ്പിൾ കേട്ടിട്ടില്ലേ അല്ലെ? ഇവിടെ ഉള്ള പുരുഷന്മാർക്കുണ്ടാവും, ഇവിടെ ഒരു ഇതുണ്ടാവും അല്ലെ. ഇതിനാണ് എന്താ പറയാ, ആഡംസ് ആപ്പിൾ എന്നൊക്കെ നമ്മൾ ട്രഡീഷണലി പറയാറുള്ള ആ ഭാഗം അല്ലെ. അപ്പൊ ഈ തൊണ്ടയുടെ ഈ ഭാഗത്ത് ആഡംസ് ആപ്പിൾ, ഗ്ലോട്ടിസ്, ഇതിന്റെ പിക്ചർ നമുക്ക് ശേഷം പഠിക്കാറുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് വെച്ചാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന ഈ എയർ അത് അക്ഷരമായിട്ട് മാറി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ ഒരു ചേഞ്ച് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ വെച്ചാണ്. മനസ്സിലായോ? ആ എയറിനെ ഒരു അക്ഷരമാക്കി മാറ്റുന്ന പ്രധാനപ്പെട്ട ചേഞ്ച് വരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ വെച്ചാണ്. മനസ്സിലായോ? പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അത് പുറത്തേക്ക് വിടുമ്പോൾ അക്ഷരത്തിന്റെ രൂപത്തിലേക്ക് മാറും അല്ലെ. ചിലപ്പോൾ ഒക്കെ ആവും. പക്ഷെ ഇവിടുന്ന് അത് എയർ മാത്രമാണ്. നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് അത് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്? എയർ മാത്രമാണ്. അപ്പൊ ഈ എയർ മാത്രമായിട്ടുള്ള ഈ സംഗതി അതിനെ ഒരു അക്ഷരത്തിന്റെ രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ. അപ്പൊ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഇതിന്റെ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മെക്കാനിസത്തിനാണ് എന്ന് പറയാം ഗ്ലോട്ടാലിക് എയർസ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത്. മനസ്സിലായി? ഓക്കെ. ദെൻ നമുക്ക് മൂന്നാമത് പഠിക്കാനുള്ളത് വിലാരിക് എയർസ്ട്രീം മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഈ വിലാരിക് എയർസ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത് കുറച്ച് ഡീപ്പായിട്ടുള്ള പഠനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഒരു അക്ഷരം പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ലങ്സിൽ നിന്ന് അതിനെ മേലോട്ടെടുത്തു. അതിന്റെ ശേഷം ഇവിടെ തൊണ്ടയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ആ ഗ്ലോട്ടിസ് ഈ വഴി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആ ഒരു സൗണ്ട് ആക്കിയിട്ട് പുറത്തേക്ക് വിടണം അല്ലെ. പുറത്തേക്ക് വിടുന്ന സമയത്ത് അത് കൊടുത്തു നമ്മുടെ വായിലെത്തും അല്ലെ. വായിലെത്തി കഴിഞ്ഞാൽ പിന്നെന്താണ് അവിടെ സംഭവിക്കുക? അവിടെയാണ് കാര്യമായ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ വായയുടെ നമുക്ക് ഇത് ഓർഡേഴ്സ് ഓഫ് സ്പീച്ച് ആണ്. ഈ പിക്ചർ നമുക്ക് ശേഷം ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അതിന് മുമ്പ് നമ്മൾ പിക്ചർ ജസ്റ്റ് കാണിച്ചു തരും. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു അല്ലേ, വോക്കൽ കോഡ്സ് ഇവിടെ നമ്മൾ എടുത്തു. മനസ്സിലായോ? ഇവിടെ നമ്മൾ എയർ എടുത്തു. ലങ്സിൽ നിന്ന് നമ്മൾ എയർ എടുത്തിട്ടുണ്ടല്ലോ, മേലോട്ടെടുത്തു. ശേഷം മേലോട്ടെടുത്തു. അപ്പൊ ഇവിടെയായിരിക്കും യഥാർത്ഥത്തിൽ ഈ ലങ്സിന്റെ ഈ ഭാഗമുണ്ട്. ലങ്സിന്റെ ഭാഗത്തായിരിക്കും നമ്മുടെ പൾമോണിക് എയർസ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നടക്കുന്ന എയർസ്ട്രീം മെക്കാനിസം. ദെൻ പിന്നെ ഏകദേശം ഈ ഭാഗത്ത് വരുന്നതാണ് ഗ്ലോട്ടാലിക് എയർസ്ട്രീം മെക്കാനിസം.
മനസ്സിലായോ? പിന്നെ അതിന്റെ ശേഷം നമ്മുടെ വായയുടെ ഭാഗം, ഇവിടെ മൗത്തിന്റെ ഭാഗം, അതായത് വായുടെ നമ്മളെ അണ്ണാക്ക് എന്ന് പറയും. അണ്ണാക്ക് എന്ന് പറഞ്ഞാൽ അണ്ണാക്കിന്റെ മേലെയായിട്ടുള്ള ഇവിടെ സോഫ്റ്റ് പാലറ്റ് ആയിട്ടുള്ള സ്ഥലം, ആ ഭാഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എയർ സ്ട്രീം മെക്കാനിസം ആണ് വെലാറിക് എയർ സ്ട്രീം മെക്കാനിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഓക്കെ. ബൾബോണിക് എയർ സ്ട്രീം മെക്കാനിസം, ഗ്ലോട്ടാലിക് എയർ സ്ട്രീം മെക്കാനിസം, വെലാറിക് എയർ സ്ട്രീം മെക്കാനിസം. ഓക്കെ. Then നമുക്ക് ഇനി അടുത്തത് ഓരോ എയർ സ്ട്രീം മെക്കാനിസത്തിലും, ബൾബോണിക് എയർ സ്ട്രീം മെക്കാനിസത്തിലും ഗ്ലോട്ടാലിക് ഇതുവരെ പറഞ്ഞതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. എനിവേ ജസ്റ്റ് നോക്കാം, എല്ലാവർക്കും നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും നോക്കാം. ഇതുവരെ പറഞ്ഞ ഭാഗങ്ങൾ ഒന്ന് നോക്കാം എല്ലാവരും കേട്ടോ. 2 minutes ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, എല്ലാവരും ക്ലിയർ ആണല്ലോ? എന്നാൽ നമുക്ക് അടുത്ത ഒരു ചെറിയ ഭാഗത്തിലേക്ക് നമുക്ക് നീങ്ങാം കേട്ടോ. ഇപ്പൊ നമ്മൾ പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസവും ഗ്ലോട്ടാലിക് എയർ സ്ട്രീം മെക്കാനിസവും വെലാറിക് എയർ സ്ട്രീം മെക്കാനിസവും പഠിച്ചു അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു പോകുന്നു എന്ത്, പൾമോണിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള എയർ സ്ട്രീം മെക്കാനിസം, ആ ഒരു ഏരിയയിൽ നടക്കുന്ന എയർ സ്ട്രീം മെക്കാനിസം. ദെൻ ഗ്ലോട്ടാലിക് എന്ന മേലെ നമ്മുടെ ആദംസാമ്പിളിന്റെ സ്ഥലത്ത് വരുന്ന മെക്കാനിസം. വെലാറിക് എന്ന് പറയുമ്പോൾ മൗത്ത് അല്ലേ, വായുടെ ഭാഗത്ത് വരുന്ന എയർ സ്ട്രീം മെക്കാനിസം. ഇനി ഇതിൽ ഓരോന്നിലും എന്തുണ്ടാകും? ഇൻഗ്രസീവ് മെക്കാനിസം ഉണ്ടാവും, അതുപോലെ എഗ്രസീവ് മെക്കാനിസം അല്ലേ. എന്താണ് ഇൻഗ്രസീവ് മെക്കാനിസം എന്ന ഉദ്ദേശം? നമ്മൾ എയർ ഇങ്ങോട്ട് അകത്തേക്ക് എടുക്കുകയും ചെയ്യും, പുറത്തേക്ക് കൊടുക്കുകയും അല്ലേ, അങ്ങനെ ഉണ്ടാവുള്ളൂ. എയർ അകത്തേക്ക് എടുക്കുകയും ചെയ്യും, പുറത്തേക്ക് കൊടുക്കുകയും. അപ്പോഴേ രണ്ട് നടക്കുമ്പോഴേ അക്ഷരങ്ങൾ ഉണ്ടാവില്ല. എല്ലാ അക്ഷരങ്ങളും പുറത്തേക്ക് മാത്രമാവില്ല, എല്ലാ അക്ഷരങ്ങളും അകത്തേക്ക് മാത്രം ആകില്ല അല്ലേ. അപ്പൊ ഇൻഗ്രസീവ് ഉണ്ടാവും, അതുപോലെ എഗ്രസീവ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം, പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസത്തിൽ ഇൻഗ്രസീവ് എങ്ങനെ വരുന്നു, എഗ്രസീവ് എങ്ങനെ വരുന്നു എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ അതില് പൾമോണിക്കില് ഒരു പ്രത്യേകത, പൾമോണിക് ഇൻഗ്രസീവ് എന്ന് പറയുന്നത് ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു അക്ഷരവും നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ കഴിയുന്നില്ല. ലോകത്തൊരു ഭാഷയിലും അങ്ങനെ സംഭവമല്ല. എങ്ങനെ പൾമോണിക് ഇൻഗ്രസീവ് ആയിട്ടുള്ള എയർ സ്ട്രീം മെക്കാനിസം അതിപ്പോ എങ്ങനെയാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ശ്വാസകോശത്തിലേക്ക് പിന്നെ എടുത്തിട്ട് മാത്രം പ്രൊനൗൺസ് ചെയ്യുന്ന അക്ഷരങ്ങളുണ്ടോ ലോകത്തൊരു ഭാഷയും അങ്ങനെ ഉണ്ടാകാം. അതെപ്പോഴുണ്ടാകാം? ഇപ്പോ നമ്മൾ തേങ്ങി കരയുമ്പോൾ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ വല്ലാതെ പൊട്ടിക്കരയുന്ന സമയത്ത് അല്ലേ അയാളുടെ താഴേക്ക് മാത്രം എടുത്തിട്ടുണ്ട്. അങ്ങനെ അക്ഷരങ്ങൾ അതിങ്ങനത്തെ ഒരു സ്റ്റേജിൽ മാത്രമാണ് വല്ലാതെ കരയുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു സൗണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഇംഗ്ലീഷ് ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ മനസ്സിലാക്കിയില്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവും. ഏറെ ഉള്ളിലേക്ക് എടുത്തിട്ട് മാത്രമുള്ള സൗണ്ട്സ്, അങ്ങനെ ഒരു സൗണ്ട് ഇല്ല ലോകത്തൊരു ഭാഷയിൽ.
അതൊരു അക്ഷരം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞു പോകുന്ന സംഗതികളുണ്ട് എന്നുള്ളത് അതിലപ്പുറമൊന്നുമില്ല. മനസ്സിലാക്കാം. അപ്പൊ അത് മനസ്സിലാക്കി കൂട്ടില്ല. ഓക്കെ, അപ്പൊ അതാണ് ഇംഗ്ലീഷ് അല്ലേ. എഗ്രസീവ് എന്ന് പറയുമ്പോൾ അതുണ്ടാവും, അത് പുറത്തേക്ക് വിടും, അത് ഒരുപാടുണ്ടാവും. നമ്മുടെ ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ എന്താണ് ലങ്സിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത്. അകത്തേക്ക് വന്നിട്ടുള്ള പിന്നെ അകത്തേക്ക് കയറിയിട്ട് എന്ത് ചെയ്യാം, സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അത് പോസിബിൾ അല്ല, അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഏത് ലോകത്തെ ഏത് ലാംഗ്വേജ് വേണം അങ്ങനെ സംഗതി ഇല്ല. മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ എഗ്രസീവ് ഹാർമോണിക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇംപ്രസീവ്, അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഗതി. പിന്നെ എഗ്രസീവ് എന്ന് പറയുന്നത് നമുക്കറിയാം, എഗ്രസീവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ അക്ഷരങ്ങളും പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പുറത്തേക്കാണ് എയറിനെ ബ്രീത്ത് ചെയ്യും അല്ലേ. ഓക്കെ, ദെൻ ഇനി അടുത്ത നമുക്ക് എന്താണുള്ളത്, ഗ്ലോട്ടാലിക് എഗ്രസീവ്, ഗ്ലോട്ടാലിക് ഇംഗ്രസീവ് അല്ലേ. അപ്പോൾ ഗ്ലോട്ടാലിക് എഗ്രസീവ് എങ്ങനെയുണ്ടാകാം നോക്കാം നമുക്ക്. ഗ്ലോട്ടാലിക് എഗ്രസീവും ഗ്ലോട്ടാലിക് ഇംഗ്രസീവ്, അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്ലോട്ടിസ് വോക്കൽ കോൺസ് പിക്ചർ കാണുന്നുണ്ടല്ലേ, ഇതിലെ ഈ അക്ഷരങ്ങൾ, ഇതിലൂടെ ഈ അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്നതിന് ബേസ് ചെയ്ത് നമ്മൾ പിന്നെ വോയിസ്ഡ് സൗണ്ട്സും വോയിസ്ലെസ് സൗണ്ട്സും എന്ന് പറയുന്ന രണ്ട് സൗണ്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മേബി ഏതായാലും കൂടെ പറയാം, നോക്കാം നമുക്ക്. എന്താണ് വോയിസ്ഡ് സൗണ്ട്സ്, എന്താണ് വോയിസ്ലെസ് സൗണ്ട്സ്? The speech sounds നിങ്ങളുടെ ടെക്സ്റ്റിൽ, നിങ്ങളുടെ ടെക്സ്റ്റിൽ അതേ സെന്റൻസ് തന്നെ നിങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് നോക്കിയത്. അപ്പോൾ ടെക്സ്റ്റ് കയ്യിലുള്ള ആളുകൾ നോക്കാം. പേജ് നമ്പർ 36 നിങ്ങൾ കാണാം ആ ഒരു സെന്റൻസ്. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് നോക്കാം, അതിനു വേണ്ടിയാണ് ടെക്സ്റ്റ് ഉണ്ട് അതേ സെന്റൻസ് ആണ് വായിക്കുന്നത് കേട്ടോ. നോക്കാം പേജ് നമ്പർ 36 നോക്കാം. The speech sounds produced with the glottis wide open are called voiceless or breathed sounds. Glottis നെ ഓപ്പൺ ആയി ഈ പിക്ചറിലാണ്. ഇവിടെ ഗ്ലോട്ടിസ് ഇതാണ് എന്ത് പറയുന്നത്, ഗ്ലോട്ടിസ് എന്ന് പറയുന്നത് ആഡംസ് ആപ്പിൾ നമ്മൾ പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഇതിനെ ഗ്ലോട്ടിസിനെ ഓപ്പൺ ആക്കിയിട്ട് പറയുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ അക്ഷരം പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്ലോട്ടിസ് എന്തായിരുന്നു, ഓപ്പൺ ആയിരുന്നു. അങ്ങനെയാണോ അതിനെ പറയുന്ന പേരാണ് എന്ത് പറയുന്ന പേരാണ്, ബ്രീത്ത്ഡ് സൗണ്ട്സ് അല്ലെങ്കിൽ വോയിസ്ലെസ് സൗണ്ട്സ്. മനസ്സിലാക്കുക, ടെക്സ്റ്റ് ഉണ്ടാകും. എന്താണ് ടെക്സ്റ്റ്? The speech sounds produced with the glottis wide open are called voiceless or breathed sounds. പഠിച്ചു അതേപോലെ തന്നെ പഠിച്ചു ഉണ്ടാവും. എന്താണ് the speech sounds produced with the glottis wide open are called voiceless or breathed sounds. മനസ്സിലായോ? അപ്പോ പിന്നെ അത് വോയിസ്ലെസ് ആണല്ലേ. ഇനി നമുക്ക് നോക്കാം വോയിസ്ഡ് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വോയിസ്ഡ് സൗണ്ട്സ്. ടെക്സ്റ്റ് നോക്കാം, ടെക്സ്റ്റിലേക്ക് നോക്കില്ല. വോയിസ്ഡ് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വോയിസ്ലെസ് സൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വൈഡ് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഈ ഒരു പിക്ചർ ഇതാണ് വോയിസ്ലെസ് സൗണ്ട്സിന്റെ അല്ലെങ്കിൽ ബ്രീത്ത്ഡ് സൗണ്ട്സിന്റെ എക്സാമ്പിൾ അല്ലേ. വോയിസ്ലെസ് സൗണ്ട്സ് ആകുമ്പോൾ എന്തായിരിക്കും, ഗ്ലോട്ടിസ് എന്തായിരിക്കും പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിട്ടുള്ളതായിരിക്കും. മനസ്സിലായോ? വോക്കൽ കോൺസ് ആണ് ഗ്ലോട്ടിസ് ക്ലോസ് ചെയ്തിട്ടുള്ള രൂപത്തിൽ പ്രൊനൗൺസ് ചെയ്യുന്ന വാക്കുകളാണ് അതെന്ത് പറയുന്നു, വോയിസ്ലെസ് സൗണ്ട്സ് എന്ന് പറയും. വോയിസ്ലെസ് സൗണ്ട്സ് ഉണ്ടാകും, വോയിസ്ലെസ് സൗണ്ട്സ് ഉണ്ടാകും. മനസ്സിലായോ? അപ്പൊ ഈ വോയിസ്ലെസ് സൗണ്ട്സ് നമ്മൾ പറഞ്ഞു വരുന്നത് ഗ്ലോട്ടാലിക് എക്സ്ട്രീം മെക്കാനിസം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ വോയിസ്ലെസ് സൗണ്ട്സും വോയിസ്ലെസ് സൗണ്ട്സും ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിലാണ് ഇവിടുന്നാണ്, ഈ ആഡംസ് ഗ്ലോട്ടിസിന്റെ ഭാഗം. അപ്പൊ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് എക്സ്ട്രീം മെക്കാനിസം നമ്മൾ പറയുന്നത് ഗ്ലോട്ടാലിക് എക്സ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോട്ടാലിക് എക്സ്ട്രീം മെക്കാനിസം പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പഠിക്കണം, വോയിസ്ലെസ് സൗണ്ട്സും വോയിസ്ലെസ് സൗണ്ട്സും. മനസ്സിലാക്കി വെക്കുക സിമ്പിൾ ആയിട്ട്. വോക്കൽ കോർഡ്സ് ഓപ്പൺ ആണെങ്കിൽ, നമ്മൾ ഒരു അക്ഷരം പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് വോക്കൽ കോർഡ്സ് ഓപ്പൺ ആണെങ്കിൽ അത് എന്ത് പറയുന്നു, വോയിസ്ലെസ് സൗണ്ട്സ് അല്ലെങ്കിൽ ബ്രീത്ത്ഡ് സൗണ്ട്സ് എന്ന് പറയുന്നു. ഇനി വോക്കൽ കോർഡ്സ് ഗ്ലോട്ടിസ് ഓപ്പൺ അല്ല, ക്ലോസ് ആണെങ്കിൽ അതെന്ത് പറയുന്നു, വോയിസ്ഡ് സൗണ്ട്സ് എന്നും പറയുന്നു.
ആയിട്ടുണ്ടോ എന്ന് ഒരു മിനിറ്റ്, 1 മിനിറ്റ് ജസ്റ്റ് ചെക്ക് ചെയ്യും. ക്ലിയർ ആണല്ലേ? അപ്പോൾ നമുക്ക് വ്യാലിക് എയർസ്ട്രീം മെക്കാനിസത്തെ കുറിച്ചും ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരാം. ഓക്കെ, വ്യാലിക് എയർസ്ട്രീം മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അണ്ണാക്കിന്റെ ഭാഗം, അണ്ണാക്കിന്റെ വായുടെ ഉള്ളിലെ അണ്ണാക്കിന്റെ സോഫ്റ്റ് പാലറ്റ് ഉണ്ടല്ലോ മേലെ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു മെക്കാനിസം നടക്കുക, എയർസ്ട്രീം മെക്കാനിസം നടക്കുക. മനസ്സിലായോ? അപ്പോൾ അവിടെ ഇൻഗ്രസീവും എഗ്രസീവും എങ്ങനെയായിരിക്കും? അവിടെ ഇൻഗ്രസീവ് എഗ്രസീവ് പോസിബിൾ ആണ് അല്ലേ? അവിടെ എഗ്രസീവ് പോസിബിൾ ആണ്. നമ്മൾ സാധാരണ എല്ലാ സൗണ്ട്സും ഉണ്ടാകുന്നത് അവിടെ എഗ്രസീവ് ആയിരിക്കും. പക്ഷെ അവിടെ ഇൻഗ്രസീവ് എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഞാൻ ഈ പറയുമ്പോൾ ഈ ഫൊണറ്റിക്സിന്റെ ക്ലാസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ സ്വയം എല്ലാവരും ഓരോരുത്തരും എന്ത് ചെയ്യണം, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മുടെ ഈ വ്യാലിക് ഇൻഗ്രസീവ് എന്ന് പറയുന്നത് വളരെ റയറായിട്ട് മാത്രം ഉണ്ടാവും. എങ്ങനെ ഉണ്ടാകാം? അപ്പോൾ നാവിന്റെ അങ്ങനെ ഉള്ളിലേക്ക് എടുക്കും അല്ലേ? ഉള്ളിലേക്ക് എടുത്ത് ഇൻഗ്രസീവ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാകാം? ക്ലിക്ക് 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 സൗണ്ട്, ക്ലിക്ക് സൗണ്ട്. അതിനൊരു പ്രത്യേകത ഉണ്ട്. അങ്ങനെ ഒരു ഭാഷ ഉണ്ട്. ആഫ്രിക്കൻ ലാംഗ്വേജുകളിൽ പെട്ടൊരു ലാംഗ്വേജ് ഉണ്ട്, സുലു. അവരിങ്ങനെ സംസാരിക്കുക, എങ്ങനെ ക്ലിക്ക് 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 ആണ് സംസാരം. ക്ലിക്ക് 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 ക്ലിക്ക്. അവരുടെ എല്ലാ വേർഡ്സും അങ്ങനത്തെ ഉള്ള വേർഡ്സ് ആയിരിക്കും. ആലോചിച്ചു, നമ്മൾ ഈ കിളികളെ വിളിക്കൂലേ അല്ലെ? കോഴിയെയും അതുപോലെ മറ്റു കിളികളെ വിളിക്കുന്നു എന്ന് പറയുന്ന പോലെയുള്ള ഒരു ക്ലിക്ക് 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 സൗണ്ട്. അതാണ് ശരിക്കും വ്യാലിക് എയർസ്ട്രീം മെക്കാനിസത്തിൽ വ്യാലിക് ഇൻഗ്രസീവ് അങ്ങനെയായിരിക്കും, ക്ലിക്ക് 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 ക്ലിക്ക്. ഓക്കെ, അതിന്റെ എഗ്രസീവിന്റെ പോസിബിൾ ആയിട്ട് മനസ്സിലായോ? ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു പൾമോണിക് എഗ്രസീവ് അത് കോമൺ ആണ്. പൾമോണിക് ഇൻഗ്രസീവ് ഇമ്പോസിബിൾ ആണ്. ഗ്ലോട്ടാനിക് മെക്കാനിസത്തിൽ നമ്മൾ പറഞ്ഞു ഗ്ലോട്ടാനിക് ഇൻഗ്രസീവും എഗ്രസീവും ഉണ്ട്. അത് നമ്മൾ വോയിസ്ലെസ്സും അതുപോലെ വോയിസ്ലെസ് സൗണ്ട്സും നമ്മൾ പഠിച്ചു. ദെൻ വ്യാലിക് എയർസ്ട്രീം മെക്കാനിസത്തിൽ ഇൻഗ്രസീവ് എന്ന് പറയുന്നത് വളരെ റയറായിട്ട് മാത്രം ഉണ്ടാകുന്ന സംഗതിയാണ്. അങ്ങനെ ലോകത്തൊരു ഭാഷയുടെ കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ആഫ്രിക്കൻ കൺട്രിയിൽ ഓർമ്മശരിയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭാഷകളുണ്ട്. സുലു എന്ന് പറയുന്ന ഭാഷയുണ്ട്, വേറൊരു ഭാഷകളുണ്ട്, അതിന്റെ ഓർമ്മയിൽ വരുന്നില്ല. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആഫ്രിക്കയിലുള്ള ഒരു ഭാഷയാണ്, ലാംഗ്വേജ്. ഓക്കെ, അത് ക്ലിക്ക് 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 സൗണ്ട്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ വ്യാലിക് ഇൻഗ്രസീവ് ആകുമ്പോൾ ക്ലിക്ക് ആയിരിക്കും, ക്ലിക്ക് എന്ന് പറയുന്ന രൂപത്തിലുള്ള സൗണ്ട്സ് ആയിരിക്കും. അതുപോലെ എഗ്രസീവ്, അതിലെ വ്യാലിക് എഗ്രസീവ് അത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ എയർസ്ട്രീം മെക്കാനിസം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താണ് ഫൊണറ്റിക്സ് എന്ന് പറഞ്ഞു? സയന്റിഫിക് സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണ്. 44 സ്പീച്ച് സൗണ്ട്സ് ഉണ്ട്. ആ സ്പീച്ച് സൗണ്ട്സ് അതിന്റെ പ്രൊഡക്ഷൻ ചെയ്യും, ദെൻ ട്രാൻസ്മിഷൻ, ദെൻ റിസപ്ഷൻ. ഇങ്ങനെ 3 കാര്യങ്ങൾ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? പൾമോണിക് എയർസ്ട്രീം മെക്കാനിസം, ഗ്ലോട്ടാനിക് എയർസ്ട്രീം മെക്കാനിസം, വ്യാലിക് എയർസ്ട്രീം മെക്കാനിസം ആണ്. അതിലൊക്കെ നമ്മൾ ഇൻഗ്രസീവും എഗ്രസീവും പറഞ്ഞു. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഓർഗൻസ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഭാഗമാണ്. ഓർഗൻസ് ഓഫ് സ്പീച്ച്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ട് പോയെന്ന് എല്ലാവരും നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ ഫൊണറ്റിക്സിന്റെ ക്ലാസ് പ്രാക്ടിക്കൽ ആയിട്ടാണ്. നമ്മൾ ഓരോ അക്ഷരങ്ങളും പ്രൊനൗൺസ് ചെയ്യുമ്പോഴും പറയുന്ന കാര്യങ്ങൾ അത് പ്രാക്ടിക്കലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ക്ലാസ്സിലെ കൂടെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണ്ട. ഓക്കെ, താങ്ക് യു. What's up?
ആ ഓക്കെ ഇതല്ല ഓക്കെ.